ഹലോ, ഗിന്നസലീമാണ്. ഇന്ന് നമ്മള് മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു ന്യൂസ് കേട്ടു. മഞ്ചേരി മെഡിക്കൽ കോളേജില് ഹൌസ് സർജന്മാരുടെ പ്രതിസന്ധി കുറവ് മൂലം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു വാർത്തകളൊക്കെ ഒന്ന് വായിക്കാൻ ഇടയായിട്ട്. സത്യമാണത്. എങ്ങനെ ഇവര് നിൽക്കുക? ഇവർക്ക് കൊടുക്കുന്ന 25,000 രൂപയാണ്. ഇവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണം. ഇവര് ക്വാളിഫൈഡ് ഡോക്ടേഴ്സാണ്. ഇവർക്ക് പുറത്ത് അതിലേറെ ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ശമ്പളം കൊടുക്കണം. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് അത് ഞാൻ കേൾക്കാൻ സാധിച്ചത് ഇവർക്ക് 45,000 രൂപ ആയിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവ് ഇറങ്ങുന്നു എന്നാണ് ഞാൻ കേൾക്കാൻ മനസ്സിലാക്കിയത്. മിക്കവാറും നാളത്തെ പത്രങ്ങളിൽ അതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ 45,000 രൂപകൾക്കും ഈ ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് നിൽക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അത്രയും വർക്കാണ്, ഹെവി വർക്കാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ. ഈ മെഡിക്കൽ കോളേജിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹൌസ് സർജന്മാരാണ്. നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജ്, വയനാട് മെഡിക്കൽ കോളേജ് എന്ന തട്ടിക്കൂട്ട് മെഡിക്കൽ കോളേജുകളാണ്. ശരിക്കും നമ്മൾ കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂര്, ആലപ്പുഴ, എറണാകുളമൊക്കെ ഒന്ന് എടുത്തു നോക്കി നിങ്ങള്. ഞാൻ അതിനെ കുറിച്ചിട്ടൊരു പഠനം നടത്തി നോക്കി. ഞാൻ അത് നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരാം. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടാവുന്നത്, കാഷ്വാലിറ്റിയിൽ ഉണ്ടാകുന്നത് ഹൌസ് സർജന്മാർ 2 ആള്. ഫസ്റ്റ് ഇയർ PG സ്റ്റുഡൻസ് ആണ്. അത് 2-3 ആളുകൾ ഉണ്ടാവും. സെക്കൻഡ് ഇയറും അതുപോലെ 2-3 ആള്. തേർഡ് ഇയർ 2-3 ആള്. ഫോർത്ത് ഇയർ 2-3 ആള്. പിന്നെ സീനിയർ സർജന്മാര് ആയിട്ട് ഒരാളുണ്ടാവും. അസിസ്റ്റന്റ് പ്രൊഫസർ ഒരാള്, അസോസിയേറ്റ് പ്രൊഫസർ ഒരാള്. അങ്ങനെ ഒരു 10-17 അംഗ സംഘമാണ് ഒരു കാഷ്വാലിറ്റിയിൽ. കോഴിക്കോടായാലും തിരുവനന്തപുരമായാലും തൃശ്ശൂരായാലും എറണാകുളത്തായാലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് വന്നു നോക്കുങ്ങള്. ഹൌസ് സർജന്മാര് 2 ആള്. പിന്നെ ഡ്യൂട്ടി MO അതൊരു സിവിൽ സർജൻ ഒരാളുണ്ടാവും. ജൂനിയർ കൺസൾട്ടൻസ് ഒരാള്. അങ്ങനെ ഒരു 3-4 ആളെ വെച്ചിട്ടാണ് നമ്മുടെ കാഷ്വാലിറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്ന ആളുകളാണ് ഹൌസ് സർജന്മാര്. അവിടെയൊക്കെ PG സ്റ്റുഡൻസ് ഇരിക്കണം. ഹൌസ് സർജന്മാരും PG സ്റ്റുഡൻസ് ഇരിക്കുമ്പോഴേ നമുക്ക് നമ്മളാ രോഗികളായി ചെല്ലുമ്പോൾ അവരാണ് ഇതൊക്കെ മറ്റുള്ള ഡോക്ടർമാർക്ക് റെഫർ ചെയ്യുന്നത്. അവർക്ക് അവരെ ബ്ലഡ് സ്കാനിങ് കാര്യങ്ങളൊക്കെ ഈ വരുന്ന ഈ ഹൌസ് സർജന്മാരാണ് നോക്കിയിട്ട് അവരെ കൊണ്ട് ചെയ്യുന്നതൊക്കെ അവര് നോക്കുമില്ല എന്നുണ്ടെങ്കിൽ അവർ റെഫർ ചെയ്യുന്നു അടുത്ത സെക്ഷനിലേക്ക്. ഓർത്തോയാണെങ്കിൽ ഓർത്തോയിലേക്ക്, ENT ആണെങ്കിൽ ENTയിലേക്ക്, അതിലേക്ക് പോകുന്നു. പക്ഷെ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ആലോചിക്കണം. നമുക്ക് ആ ഒരു ഡ്യൂട്ടി ടൈമിൽ ഉണ്ടാവുന്നത് 4 അസിസ്റ്റന്റ് പ്രൊഫസേഴ്സാണ് നമുക്ക് ഉണ്ടാവുന്നത്. 4 സീനിയർ റെസിഡൻസ്, 1 ജൂനിയറും. ഇങ്ങനെ 8-9 ആളെ വെച്ചിട്ടാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ഒട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിലേക്കാണ് നമ്മൾ ഈ ഹൌസ് സർജന്മാര് പല ആൾക്കാരും നമുക്ക് അങ്ങോട്ട് റെഫർ ചെയ്ത് വിടുന്നത്. ഇവരൊക്കെ എന്തെങ്കിലും ഒരു സർജന്റെ ഒരു ഇത് വരുമ്പോ ആരാണ് പിന്നെ മറ്റൊരു സർജറിക്ക് ആളുകൾ ഉണ്ടാവുക? ഇവിടെ ആളുകൾ കുറവാണ്. അത് ശരിക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീരണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? ഇവിടെ PG സ്റ്റാർട്ട് ചെയ്യണം. അതായത് സർജിക്കൽ PG വരണം, സർജറി ഡിപ്പാർട്ട്മെന്റ് PG വരണം, ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്, ഓർത്തോ, ഗൈനക് എന്നുള്ള ഇത്രയും 5ഓളം PGകൾ ഇവിടെ ആരംഭിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഈ നാടിനുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയെക്കാളും മോശമായൊരവസ്ഥയിലാവും പോവുക. നമ്മുടെ സർക്കാരിനെ ഒന്നും കുറ്റം പറയണ്ട. കാരണം നമ്മുടെ മെഡിക്കൽ കോളേജിൽ ബെഡ് ഇട്ട് സൗകര്യം കൂട്ടാനുള്ള സംവിധാനങ്ങളില്ല. നമ്മൾ മുറവിളി കൂട്ടിക്കൊണ്ട് കാര്യമില്ല. ഈ സംവിധാനങ്ങൾ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരുക്കാൻ സാധിക്കില്ല. ഇതൊരു സത്യമാണ്. ശരിക്കും ഇതിനുവേണ്ടി ബദൽ സംവിധാനം കാണുക എന്നില്ല. മെഡിക്കൽ കോളേജിന് ബദൽ സംവിധാനം കാണുക. ജനറൽ ഹോസ്പിറ്റൽ, ഇപ്പോൾ നിലനിൽക്കുന്ന ഹോസ്പിറ്റലിൽ ജനറൽ ഹോസ്പിറ്റലായി മാറ്റുക. മെഡിക്കൽ കോളേജ് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ ഇവിടെ ജനങ്ങൾക്ക് അത് ഉപകാരം കിട്ടുള്ളൂ. എന്തിനാ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അത് കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണ്. പ്രൊഫസർമാർക്ക് അവിടേക്ക് പഠിപ്പിക്കാൻ വരുന്നതാണ്. അവർക്ക് നമുക്ക് സർജറി ചെയ്യാനൊന്നും വലിയ സമയമോ അതിൽ താല്പര്യം ഉണ്ടായിരിക്കണമെന്നില്ല.
എന്നിട്ടും അവർ നമ്മളെ സേവനം ചെയ്യുമ്പോൾ അതിന് എണ്ണപ്പെട്ട ഡോക്ടേഴ്സിനെ നമുക്ക് കിട്ടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കുറവുകളാണ്. മെയിനായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ വിജയത്തിന് വേണ്ടത് അവിടെ സർജിക്കൽ PG വരണം, സർജറി PG വരണം, ജനറൽ മെഡിസിൻ PG വരണം. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് PG സ്റ്റുഡൻസിനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യമാണ്. മറ്റ് നമ്മൾ എന്ത് മുറവിളി വിട്ടും കാര്യമില്ല. നമ്മുടെ ഹോസ്പിറ്റല് ഇനി അവിടെ ബെഡ് ഇട്ട് വികസിപ്പിക്കാനുള്ള സംവിധാനങ്ങളില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈ കടുംപിടുത്തം എന്നതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. നമ്മുടെ നാട്ടിലെ ഒരു മെഡിക്കൽ കോളേജ് നാട്ടുകാർക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ. പ്രഗത്ഭരായ ഡോക്ടർമാരും പ്രഗത്ഭരായ പല വ്യക്തികളുണ്ട്. നിങ്ങൾ അവരോട് വ്യക്തിപരമായിട്ടൊന്ന് അവരോട് ഡിസ്കസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോ ഈ ഒരു സംവിധാനം ഷിഫ്റ്റ് നടക്കാത്തോടത്തോളം കാലം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നവരെ റെഫർ ചെയ്യുന്നു കോഴിക്കോട്ടേക്ക് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം എന്ത് പറയുമ്പോൾ ഈവൻ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരാളെ സർജറിക്ക് കൊണ്ടുപോകുമ്പോൾ അയാളൊപ്പം നിൽക്കാൻ ധാരാളം പ്രൊഫസേഴ്സ്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ്, അസോസിയേറ്റ് പ്രൊഫസേഴ്സ്, സീനിയർ പ്രൊഫസേഴ്സ്, എല്ലാ സർജന്മാരും എല്ലാവരും അണിനിരന്ന് 5, 8, 10, 15 ആളുകൾ നിന്നുകൊണ്ടാണ് സർജറി നടക്കുന്നത്. അപ്പൊ ആ ഒരു സംവിധാനത്തിൽ ഈ മഞ്ചേരിയിലേക്ക് വരുമ്പോൾ നോക്കൂ, ഒരു കേസുമായിട്ട് ഒരു കത്തിയായിട്ട് കുത്തിയ ഒരു കേസുമായിട്ട് ഒരാളെ സർജറിക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഡോക്ടർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫാൾട്ട് ലിവറിന് കൊണ്ടോ അതൊക്കെ വരുമ്പോൾ അവിടെ ആ ഡോക്ടർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുമ്പോൾ സഹായിക്കാൻ വേറെ ഡോക്ടർമാരില്ല. കാരണം ആ ഒരു സംവിധാനം വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഇനിയും വേണം. ആ സംവിധാനങ്ങളിലെ സൗകര്യങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉണ്ടോ എന്നില്ല നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതുണ്ട്. വിമർശിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടാവും. വീഡിയോ വിമർശിക്കാനും ഇതിനെതിരെ വലിയ വലിയ വർത്തമാനങ്ങൾ പറയാൻ ധാരാളം ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങൾ സത്യം മനസ്സിലാക്കി സംസാരിക്കണം. നിങ്ങൾ സത്യത്തിലേക്ക് വരണം. സത്യം പഠിച്ചെടുക്കാൻ മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കരുത്. നാടിന് വേണ്ടി സംസാരിക്കണം, നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കണം, നാട്ടുകാർക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ സംസാരിക്കണം. അല്ലാതെ ഒരു പാർട്ടിക്കോ മറ്റ് സംഘടനകൾക്കോ വേണ്ടി സംസാരിക്കാതെ നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം. അപ്പോഴേ ഈ നാടിനൊരു വിജയം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ്, അല്ല അത് നുണയാണെങ്കിൽ നിങ്ങൾക്ക് അത് തെളിയിക്കണം. എന്നിട്ട് ഈ വീഡിയോക്കെതിരെ നിങ്ങൾ പ്രചരണം നടത്തണം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. വെറുതെ നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് കേട്ടിട്ടുണ്ട് വെറുതെ കമന്റ് ഇട്ടാൽ പോരാ, പഠിച്ചിട്ട് പ്രതികരിക്കണം. ഓരോ വിഷയത്തെ കുറിച്ചിട്ടും പഠിച്ചിട്ട് ആയത്തിൽ അതിനെ പഠിച്ചിട്ട് കേൾക്കേണ്ടവരെ കേട്ടിട്ട് മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ. അപ്പോഴേ നമ്മൾക്ക് അതിന്റെ ഒരു പ്രതികരണത്തിന്റെ ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ വെറും ഒരു അങ്ങാടി തല്ല് പോലെ ആയിരിക്കും. എന്തായാലും എന്റെ ഈ വീഡിയോ ശ്രദ്ധിച്ച ആളുകൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ മെഡിക്കൽ കോളേജ് വേണം. അതുപോലെ ഇവിടെ ജനങ്ങൾക്ക് ന്യായമായ ചികിത്സ കിട്ടാൻ ഒരു ജനറൽ ആശുപത്രി ഇവിടെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോഴത്തെ സംവിധാനം ജനറൽ ഹോസ്പിറ്റലിന് മാത്രമേ പറ്റുകയുള്ളൂ. ഈ ഹോസ്പിറ്റൽ ഒരിക്കലും മെഡിക്കൽ കോളേജിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം, അറിവില്ലുള്ളവർക്ക്. എന്നാൽ ഈ മേഖലയിൽ അറിവില്ലുള്ളവരുമായി നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ കുറേയേറെ പഠിച്ചുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി.